ശുപാർശകളാണ്. റിപ്പോർട്ട് കൈപ്പറ്റിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ട് റോഷിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ടിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇതാദ്യമായി റിപ്പോർട്ടർ ടിവിയിൽ കാണുന്നു. പ്രേക്ഷകർക്ക് കാണാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ 233 പേജ് വരുന്ന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 233 പേജുകളും കൈപ്പറ്റിയിരിക്കുന്നു റോഷിപാൽ. വിവരങ്ങൾ ഇതാ നിമിഷങ്ങൾക്കകം റോഷിപാൽ നൽകും. എന്താണ് നിർദ്ദേശങ്ങൾ എന്നറിയാൻ ഇതാ നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ്. എന്തെല്ലാം തടസ്സങ്ങളായിരുന്നു, എന്തെല്ലാം തടസ്സവാദങ്ങളായിരുന്നു. അതിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാ പൊതുസമൂഹത്തിന്റെ സമക്ഷം എത്തുകയാണ്. റിപ്പോർട്ടറിലൂടെ ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ആ റിപ്പോർട്ടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ അറിയാം സസ്പെൻസിനൊടുവിൽ റിലീസ് വന്നിരിക്കുന്നു. സസ്പെൻസിനൊടുവിൽ റിലീസ്. ക്ലൈമാക്സ് അവസാനിച്ചിരിക്കുകയാണ്. 5 വർഷം നീണ്ട ആവശ്യത്തിനൊടുവിൽ ഇതാ സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നിരിക്കുന്നു. സസ്പെൻസിനൊടുവിൽ റിലീസ് സംഭവിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിലേക്ക്. എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത് അറിയാൻ ഇതാ നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇപ്പോൾ അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി എന്തൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നുവെന്ന്. ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. ആ 233 പേജ് വരുന്ന റിപ്പോർട്ട് ഇതാ റോഷിപാലിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ റോഷി മാർക്ക് ചെയ്യുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലെ സ്വകാര്യത മാനിച്ചുകൊണ്ട് മറ്റ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരിക്കുന്നത്. ശ്യാം ദേവരാജ് കൂടിയുണ്ട്. ശ്യാം, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാ റിപ്പോർട്ടിലൂടെ കേരളം കാണുകയാണ്. റോഷി അതാ റിപ്പോർട്ടുമായി വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഷി പറയുന്നത് കേൾക്കുകയാണ് കേരളം. റോഷി എന്താണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കേരളം. റോഷിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. റോഷി പറഞ്ഞു തുടങ്ങൂ. 233 പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട